വണ്ടി ക്ലാസ്സിലെ വീടുണ്ട്. ഒരു പറ്റും സാർ അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെയും കൂടി നോക്കാം. കഴിഞ്ഞിട്ട് പിന്നെ വണ്ടിയിൽ പോയിട്ട് ക്ലാസ്സിൽ കിട്ടിയോ? റിപ്പോർട്ടർ ബൈക്ക് കുറച്ച് കാണാൻ പറ്റും. എല്ലാവരും കാണാൻ പറ്റും.
ഹാപ്പി ന്യൂ ഇയർ. അതിന് മുമ്പെന്ന് പറഞ്ഞാൽ മൈക്കത്ത എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലായിടത്തും ആശംസ മാത്രം. അതെ അതെ, ആശംസകൾ മാത്രമേ ഉള്ളൂ. അതെ അതെ. അപ്പം നമ്മളിതിൽ പറയാൻ പറ്റൂല. തിരുവനന്തപുരം നഗരത്തിലെ റോഡുകളുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളുണ്ടായിരുന്നു, നമുക്കൊക്കെ അറിയാം. സ്മാർട്ട് സിറ്റി റോഡുകൾ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട റോഡുകളാണ്. അതിൽ കുറേയേറെ റോഡുകൾ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള KRFB, കേരള റോഡ് ഫണ്ട് ബോർഡാണ് അതിൻ്റെ പ്രവർത്തനം നടത്തുന്നത്. തുടക്കത്തിൽ എല്ലാ റോഡും ഒരു കേന്ദ്രത്തിനായിരുന്നു ടെൻഡർ കിട്ടി അതിൻ്റെ പ്രവർത്തനം നടത്തിയത്. അതിൻ്റെ വലിയ പ്രയാസം നമ്മൾ അനുഭവിച്ചു. സമയബന്ധിതമായി അതിൻ്റെ പ്രവൃത്തികൾ നടത്തിയില്ലെന്ന് മാത്രമല്ല, വലിയ നിലയിലുള്ള അലസത അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. കർക്കശമായ നിലപാട് സ്വീകരിച്ച് അവരെ ടെർമിനേറ്റ് ചെയ്യേണ്ടി വന്നു. പൊതുവെ ചർച്ച ചെയ്തത് എല്ലാം കൂടി ഒരു പ്രത്യേക കേന്ദ്രത്തിന് പ്രവൃത്തി കൊടുക്കുന്ന രീതി ദോഷമാണ് ചെയ്യുക. വിവിധ റോഡുകളെ മുറിച്ച് കരാറ് നൽകുക എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് വന്നത്. അതിന് വലിയ എതിർപ്പുണ്ടായിരുന്നു. എതിർപ്പിന് പല മറ്റു താല്പര്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. അത് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. ചില പ്രയാസങ്ങൾ ചിലർക്കുണ്ടാകും. ചിലരുടെ പ്രയാസം നോക്കി തീരുമാനമെടുക്കാൻ പറ്റാത്ത കാര്യം ജനങ്ങളുടെ പ്രശ്നമാണല്ലോ വലുത്. അതുകൊണ്ട് മുറിച്ച് നൽകണം, വിവിധ റോഡുകൾ മുറിച്ച് നൽകണം, ഇല്ലെങ്കിൽ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകും എന്ന് കണ്ടുകൊണ്ട് പഴയ കേന്ദ്രത്തെ ടെർമിനേറ്റ് ചെയ്യുകയും വിവിധ റോഡുകൾ മുറിച്ച് നൽകുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മാനവീയം വീതി, കലാഭവമണി റോഡുകൾ തുറന്ന് പ്രവർത്തിക്കാൻ സാധിച്ചത്. ഇതൊക്കെ കൂടി ഒരു ടെൻഡർ ആയിരുന്നെങ്കിൽ അതിപ്പോഴും തുറന്ന് പ്രവർത്തിക്കാൻ പറ്റില്ലായിരുന്നു. വേറെയും പല റോഡുകളും ഇതേ പ്രശ്നം നേരിടുന്നുണ്ട്. ഇപ്പോൾ KRFBയുടെ കീഴിൽ 38 റോഡുകളിൽ പ്രവൃത്തി നടന്നു വരുന്നുണ്ട്. അല്ലാത്ത വേറെ കുറേ റോഡുകൾ മറ്റ് വകുപ്പുകളുമായി ബന്ധപ്പെട്ടുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട റോഡാണ്. ആൽത്തറ ചെന്തിട്ട റോഡ് നഗരഹൃദയത്തിലുള്ള ഒരുപാട് പ്രാധാന്യമുള്ള, ഒരുപാട് പേർ ദൈനംദിനം ആശ്രയിക്കുന്ന റോഡാണ്. ഇപ്പോൾ ഇതിൻ്റെ പ്രവൃത്തി നടക്കുമ്പോൾ കുറച്ച് പ്രയാസങ്ങളുണ്ടാവും, സ്വാഭാവികമാണ്. ഇതിന് വലിയ നിലയിൽ തുക ചെലവഴിച്ചുകൊണ്ടുള്ള റോഡാണ്. BMNBC നിലവാരത്തിലേക്ക് ഈ റോഡിൻ്റെ പ്രവൃത്തി മാറ്റി സ്മാർട്ട് റോഡാക്കാൻ വേണ്ടി പോവുക. സ്മാർട്ട് റോഡാക്കുക എന്ന് പറയുമ്പോൾ സൈക്കിൾ ട്രാക്കും നടപ്പാതയും ഒക്കെയുള്ള മനോഹരമായ നിലയിലേക്ക് ഈ റോഡിനെ മാറ്റാനാണ്. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ റോഡിൻ്റെ ഒരു സ്ഥിതി. ഈ റോഡ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ സന്തോഷകരമായ നിങ്ങൾ മനസ്സിലാക്കണം. ഈ നിലയിലേക്ക് റോഡിനെ മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശം. ഡക്റ്റ്, അതിൻ്റെ മറ്റ് വർക്കുകൾ നടക്കുന്നു. അത് കഴിഞ്ഞാൽ റോഡ് പ്രവൃത്തി, BMNBC റോഡ് പ്രവൃത്തി നടക്കും. എല്ലാ നിലയിലും ഇത് മനോഹരമായ റോഡാക്കി കൊണ്ടുവരാനാണ് പറ്റുന്നത്. ഇതിനൊരു സമയം നൽകിയിട്ടുണ്ട്. ആ നിശ്ചിത സമയത്തേക്കാൾ നേരത്തെ ഈ റോഡിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാനാകും എന്നാണ് ഇപ്പോൾ തുടർച്ചയായ റിവ്യൂവിൻ്റെ ഭാഗമായി പറയാൻ സാധിക്കുന്നൊരു കാര്യം. മെയ് മാസം അവസാനമായിരുന്നു ഇതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കേണ്ട നിശ്ചയിക്കപ്പെട്ട സമയം. എന്നാൽ അതിൻ്റെ ഏകദേശം 2 മാസം മുമ്പ് തന്നെ, ഏപ്രിൽ മാസം തുടക്കത്തിൽ തന്നെ ഈ റോഡ് തുറന്ന് പ്രവർത്തിപ്പിക്കാനാകും എന്നാണ് പ്രതീക്ഷ. അവർക്ക് ചുമതല കൊടുത്ത് അവർ ഫീൽഡിൽ തന്നെ ഉണ്ട്. പുറമെ ഞങ്ങളും ഇടയ്ക്കിടെ വിവിധ റോഡ് പ്രവൃത്തികൾ വന്ന് പരിശോധിച്ച് പോകുന്നുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ഈ റോഡിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാനാകും. മറ്റു റോഡുകളുടെയും പ്രവൃത്തികൾ ഇതുപോലെ തുടർച്ചയായ പരിശോധന നടത്തി പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് തിരുവനന്തപുരം നഗരത്തിലെ ദീർഘകാലമായിട്ടുള്ള ചില പ്രശ്നം പരിഹരിക്കാനാകും. അടുത്ത മഴക്കാലത്തിന് മുമ്പ് ഈ റോഡുകളൊക്കെ യാഥാർത്ഥ്യമാക്കാൻ ഒട്ടേറെ കഠിന പ്രയത്നവും ഒരുപാട് പേരുടെ പ്രയത്നമുണ്ട്. ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഇത് കടന്നുപോയത്. അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ആ പ്രതിസന്ധികളൊക്കെ മുറിച്ച് കടന്നുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തികൾ നടക്കുന്നത്. അത് പൂർത്തീകരിക്കാനാകും എന്നാണ്, ഒരു ടീം വർക്കാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത്. സ്കൂൾ റോഡ്, തൈക്കാട് റോഡ്, ഹോസ്പിറ്റൽ റോഡ്, സ്റ്റാച്യു ഹോസ്പിറ്റൽ റോഡ്, SS കോവിൽ റോഡ്, നഗരഹൃദയത്തിനകത്തുള്ള റോഡുകളെല്ലാം ഇത്തരത്തിൽ പ്രശ്നമാണ്. ആളുകൾ നന്നേ ബുദ്ധിമുട്ടുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന്, കാരണം അത് കടക്കാർക്ക് പരാതിയാണ്, ജനങ്ങൾക്ക് പരാതിയാണ്, വാഹനം ഓടിക്കുന്നവർക്ക് പരാതിയാണ്. അത് കഴിഞ്ഞ 3 മാസമൊക്കെ അത് ആ സ്ഥിതിയിൽ തുടരുമെന്നാണ് അവരുടെ പരാതി. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞതൊരു പ്രധാന വിഷയമാണ്. ജനങ്ങൾക്ക് അതിൻ്റെ പ്രയാസം വരുന്നുണ്ട്.
പക്ഷെ റോഡ് പ്രവൃത്തി നടത്താതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. ഈ റോഡുകളൊക്കെ പ്രവൃത്തി നടത്തേണ്ടതാണ്, എല്ലാവർക്കും അറിയാം. റോഡ് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ തുടക്കത്തിലുണ്ടായിരുന്നു, നമുക്കറിയാം, നേരത്തെയുള്ള വിഷയങ്ങൾ. അതിനെ പരിഹരിച്ചുകൊണ്ട് ഈ റോഡുകൾ കരാറുകാരെ ടെർമിനേറ്റ് ചെയ്തു, മുറിച്ചു നൽകി. അങ്ങനെ മുറിച്ചു നൽകിയില്ലെങ്കിൽ ഇപ്പോൾ മാനവീയ വീതിയും കലാഭവൻ റോഡും പൂർത്തീകരിക്കാനായില്ല. ഈ റോഡും ഇപ്പോൾ എനിക്കിങ്ങനെ ഇവിടെ നിന്ന് നിങ്ങളോട് ഏപ്രിൽ മാസം ഇത് തുറന്ന് പ്രവർത്തിക്കാനാകുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു കർക്കശ നിലപാടെടുത്തുകൊണ്ട് കാണും. ഇപ്പോഴുള്ള പ്രശ്നം റോഡിൻ്റെ പ്രവൃത്തി നടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. നേരത്തെ പ്രവൃത്തി നടക്കാതെ തന്നെ റോഡിൻ്റെ പ്രശ്നങ്ങളായി. പ്രവൃത്തി എന്തായാലും നടക്കണമല്ലോ. പ്രവൃത്തി നടക്കുമ്പോൾ കുറച്ച് പ്രയാസങ്ങൾ ഈ സമയത്ത് ഉണ്ടാവും, അത് യാഥാർത്ഥ്യമാണ്. അത് നമുക്ക് പരിഹരിച്ച് ദീർഘകാലത്തേക്ക്, നമുക്ക് ഈ റോഡിൻ്റെ പ്രവൃത്തി കഴിഞ്ഞാൽ ഒരു 5-8 വർഷത്തേക്ക് ഒന്നും പേടിക്കാനില്ല. നല്ല ഡിസൈൻഡ് റോഡായി നഗരത്തിലെ റോഡുകൾ മാറുകയാണ്. അപ്പോൾ ഈ ഒരു 2-3 മാസം ഇതിൻ്റെ കുറച്ച് പ്രയാസം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മഴക്കാലത്തിന് മുമ്പായി തന്നെ ഈ റോഡുകളിലെ പലതിൻ്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനാവും. ഇതിനോടൊപ്പം വാട്ടർ അതോറിറ്റിയുടെ വർക്ക് നടക്കുന്നതും ഈ റോഡുകളുടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു പരസ്പരമുള്ള ധാരണ അതിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാനാകുന്നുണ്ടോ? ഈ വാട്ടർ അതോറിറ്റീൻ്റെ ഒരു വിഷയമുണ്ട്. ആ വാട്ടർ അതോറിറ്റി ജലജീവൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. 2 വകുപ്പ് മന്ത്രിമാരും ഇരുന്നു കൊണ്ട് ഇതിലൊരു ചർച്ച നടത്തിയിരുന്നു. 2 വകുപ്പിൻ്റെ സെക്രട്ടറിമാർ ഇരുത്തിക്കൊണ്ടൊരു സമിതി രൂപീകരിച്ചിരുന്നു ഈ പ്രശ്നത്തിന് പരിഹാരം കാരണം. അപ്പോൾ ഈ റോഡിനൊന്നും അങ്ങനെ ഒരു പ്രശ്നം വരാൻ വേണ്ടി പോകുന്നില്ല. പുതിയ ഡിസൈൻഡ് റോഡുകൾക്ക് ഇതിൻ്റെ സംവിധാനം നേരത്തെ തന്നെ ഒരുക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിലെ പഴയ റോഡുകൾ എന്ന് പറഞ്ഞാൽ ആ റോഡുകളുടെ വീതി കൂട്ടുകയോ അല്ലെങ്കിൽ നവീകരിക്കുകയാണ് ചെയ്യുന്നത്. ആ റോഡുകളിൽ കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള പൈപ്പ് സ്വാഭാവികമായിട്ടും റോഡിൻ്റെ അടിയിലൂടെയാണ്. അത് ചിലത് റോഡ് വീതി കൂട്ടുമ്പോൾ അതിൻ്റെ സ്ഥലം മാറ്റുന്നില്ല, ചിലപ്പോൾ നടു റോഡിലാവും. അത് പൊളിക്കുക, അതിന് പ്രശ്നം വരുമ്പോൾ ബുദ്ധിമുട്ട് വരും. പുതിയൊരു കണക്ഷൻ വേണമെങ്കിൽ കയറേണ്ടി വരും. ജലജീവൻ മിഷൻ്റെ ഭാഗമായി 1000-ഓളം റോഡുകളാണ് ഇപ്പോൾ മുറിക്കാൻ വേണ്ടി പോകുന്നത്. 1000-ഓളം റോഡുകൾ. അത് നമുക്ക് മുറിക്കേണ്ടതെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നുള്ളതിൽ ഞാൻ പറയുകയാണ്, ആ റോഡ് മുറിക്കരുത്, അത് പൊതുമരാമത്ത് വകുപ്പ് റോഡുകൾ മോശമാക്കുമെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്ന പ്രശ്നമാണ്. അപ്പോൾ അവിടെ ഒരു ഏകോപനമാണ് വേണ്ടത്. അവിടെ നമ്മളൊരു വിശാലമായാണ് കാര്യങ്ങളെ കാണേണ്ടത്. ആ നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് പൈപ്പ് റോഡുകളുടെ അടിയിലൂടെ മാത്രമേ ഇടാൻ വേണ്ടി പറ്റൂ. പണ്ട് മുതലേ ഉള്ളൊരു സ്ഥിതിയാണ്. വലിയ ഡിസൈൻഡ് റോഡുകളുടെ പോരായ്മ ഒരു പ്രശ്നമായിരുന്നു. എന്നാൽ പുതിയ റോഡുകളുടെ നിർമ്മാണത്തിലൊക്കെ തന്നെ വളരെ നല്ല നിലയിൽ ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. അങ്ങനെ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. വാട്ടർ അതോറിറ്റി റോഡ് മുറിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും പഴയ രീതിയിലാകും. ആദ്യം ചെയ്തതുപോലെ അത്ര പെർഫെക്റ്റ് ആയിട്ടല്ല പണി ചെയ്യുന്നത്. അപ്പോൾ അത് മറികടക്കാൻ എന്തെങ്കിലും നിർദ്ദേശം? അത് മറികടക്കാനാണ് ഇപ്പോൾ ഈ സമിതി എന്നുള്ള നിലയിൽ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമ്മൾ റീസ്റ്റോറേഷൻ പ്രോപ്പർ ആവണം. പഴയ റോഡിൻ്റെ സ്ഥിതി എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഇപ്പോൾ BMMBC റോഡ്, ഇപ്പോൾ ഈ റോഡ് BMMBC റോഡിലെ വ്യത്യാസം, BMMBC റോഡിന് ഒരു 3 ഇരട്ടി ചിലവധി. 1 കിലോമീറ്റർ റോഡ് BMMBC റോഡ് നിർമ്മിക്കുന്നതിന് സാധാരണ ചിപ്പിംഗ് കാർപ്പറ്റ് റോഡ് നിർമ്മാണത്തെക്കാൾ ഒരു 10-60-65 ലക്ഷം രൂപ അധികം ചിലവാകും. അപ്പോൾ ഇപ്പോൾ ഈ 3 കിലോമീറ്റർ എടുത്താൽ ഇതിനു വേണ്ടി മാത്രം ഒരു 2-3-4 കോടി രൂപ BMMBCക്ക് വേണ്ടി മാത്രം ചിലവാകും. പിന്നെ മറ്റ് ചിലവ് വേറെ. പക്ഷേ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ BMMBC റോഡ് ഒരു 5-6 വർഷത്തേക്ക് ഒരു കുഴപ്പമില്ല. ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും റോഡ് നിർമ്മാണ രീതിയിൽ ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്തിയിരിക്കും. എന്നാൽ അങ്ങനത്തെ BMMBC റോഡും ചിലപ്പോൾ കുടിവെള്ള പൈപ്പിന് വേണ്ടി കീറും. പിന്നെ അത് BMMBC നിലവാരത്തിലല്ല റീസ്റ്റോറേഷൻ നടക്കുക. അങ്ങനെ പ്രശ്നം ചിലയിടത്ത് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ സമിതി ഉണ്ടാക്കിയ ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അത് എല്ലാ വകുപ്പുകളും, പൊതുമരാമത്ത് വകുപ്പും ഇറിഗേഷൻ വകുപ്പും അത് നടപ്പിലാക്കാൻ ഉത്തരവാദിത്തമുള്ളവരാണ്. പഴയതുപോലെ റോഡുകളെ ആക്കി തീർക്കേണ്ടതുണ്ട്. പൈപ്പിന് വേണ്ടി കീറിയ റോഡ് കീറുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ കീറിയതിന് ശേഷം റീസ്റ്റോർ ചെയ്ത് മാറ്റണം എന്നുള്ളത് തീരുമാനമാണ്. ആ തീരുമാനത്തിൽ വീഴ്ച ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഏത് വകുപ്പിൽ വരുത്തിയാലും അവർക്കെതിരെ ആക്ഷൻ എടുക്കാം. കരാറുകാർ വരുത്തിയാൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാം. അല്ല, ഇതന്നെ പോലെ ഇതായിട്ട് ബന്ധപ്പെട്ട് ആരെന്തോ വേറെ നമുക്ക് എന്താണ് അതിനൊരു പരിഹാരം? ഇപ്പോൾ ഒരേ സമയത്ത് റോഡിൻ്റെ പണി നടത്താതെ കുറച്ച് റോഡ് ദയനീയ സ്ഥിതി അവിടെ കിടന്നോട്ടെ എന്ന് കരുതിയാൽ ഈ റോഡ് പണി കഴിഞ്ഞാൽ മഴയാണ് വരാൻ പോകും. പിന്നെ മഴയും കഴിഞ്ഞിട്ട് റോഡ് പണി നടത്താൻ പറ്റും. അപ്പോൾ ഇതിനും സ്ഥിതി കൂടുതൽ വഷളാവും. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇതേ വഴിയുള്ളൂ. അപ്പോൾ ഈ വഴിയല്ലാതെ മറ്റൊരു വഴി നമുക്ക് സ്വീകരിക്കാനാവില്ല. കുറച്ച് പ്രയാസം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. കേരളത്തിൽ ഏത് നിർമ്മാണം നിങ്ങൾ എടുത്തോ, പാലം നിർമ്മാണം, റോഡ് നിർമ്മാണ സമയത്ത് പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കാറുണ്ട്. പക്ഷേ
നിർമ്മിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഗുണഭോക്താക്കളായി നമുക്ക് എല്ലാവർക്കും മാറാൻ പറ്റും. അപ്പോൾ ഇതിന് മറ്റു വഴികളില്ല. അതുകൊണ്ടാണ് അല്ലെങ്കിൽ ചില റോഡിൻ്റെ പണി നടത്താതെ മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്. അപ്പോൾ അങ്ങനെ മാറ്റി വെക്കാൻ പറ്റില്ല. പിന്നെ മഴയാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഭംഗിയായി ഒരുപോലെ നടത്താൻ ഉള്ള ഒരു സമയബന്ധിതമായ പ്ലാൻ അനുസരിച്ചാണ് ഇപ്പോൾ പോകുന്നത്. അത് ഇപ്പോൾ ഓരോ ആഴ്ചയിലും റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓരോ ആഴ്ചയിലും റിവ്യൂവിൽ ഞങ്ങൾ സംതൃപ്തരാണ്. അപ്പോൾ ഇവിടെ തന്നെ ചില മെറ്റീരിയൽ കിട്ടാത്ത പ്രശ്നം ഉണ്ടായിരുന്നു. അതൊരു വിഷയമായിട്ട് വന്നു, ഇടപെട്ടു, അതിപ്പോൾ പരിഹരിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് ഓരോ ആഴ്ച റിവ്യൂ ചെയ്യുമ്പോഴും നമുക്ക് കണ്ടെത്താനും പരിഹരിക്കാനും പറ്റും. ഇന്ന് ന്യൂ ഇയർ ആഘോഷം നടക്കുന്ന ദിവസമാണ്. ടൂറിസം കേന്ദ്രങ്ങളിലെല്ലാം നല്ല തിരക്കുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങളോ നിയന്ത്രണങ്ങളോ എല്ലാം പൊതുവേ ഇത്തവണ പുതുവത്സരത്തെ വരവേൽക്കാൻ ഗവൺമെൻറ് ടൂറിസം വകുപ്പ് എല്ലാ നിലയിലും ഇടപെട്ടിട്ടുണ്ട്. നഗരത്തിലെ ഇലുമിനേഷൻ, ദീപാലങ്കൃതമായ നഗരം തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജനങ്ങൾ വലിയ നിലയിലാണ് സ്വീകരിച്ചത്. വലിയ സന്തോഷത്തോടു കൂടിയാണ് ജനങ്ങൾ അവിടെ വരുന്നത്. ഒരു പുതുമ നിറഞ്ഞാണ്. തിരുവനന്തപുരത്തേക്കാൾ പുതുമ മറ്റ് നഗരങ്ങളിലുണ്ട്. കാരണം അവിടെ ഇത് നേരത്തെ കണ്ടതല്ല. പക്ഷെ തിരുവനന്തപുരത്തും നേരത്തെ ഉള്ളതിനേക്കാളൊക്കെ തന്നെ നിങ്ങളിപ്പോൾ കാണുന്നുണ്ട്. എല്ലാ നിലയിലും വളരെ വിപുലീകരിക്കപ്പെട്ടിട്ടുണ്ട്. പുതുവത്സരത്തെ വളരെ സന്തോഷത്തോടു കൂടി ആഘോഷിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുക. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആളുകൾ രാത്രിയും ഒക്കെ ഇവിടെ വരാൻ തയ്യാറാണ് എന്നുള്ളതാണ്. കുടുംബമായിട്ട് വരുന്നു ആളുകൾ. ഇപ്പോൾ പുതിയൊരു കാലത്ത് ഇത്തരം താല്പര്യങ്ങളുണ്ട്. അതുകൂടി നമ്മൾ ഈ ട്രെൻഡിനെ കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ മറ്റേ കൊച്ചിയിലുള്ള പാപ്പാഞ്ഞി കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദം അതൊക്കെ ഒഴിവാക്കാമായിരുന്നു. കൊച്ചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടും വിവാദം. അത് ഇന്നലെ മേയറുമായിട്ട് ഞാൻ ചർച്ച ചെയ്തിരുന്നു. മേയർ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് ആ വിഷയം അവരെടുത്തിട്ടില്ല. അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു തടസ്സത്തിന് നിന്നിട്ടില്ല എന്നാണ് മേയർ സംസാരിച്ച് പറഞ്ഞത്. നവകേരള സദസ്സിൽ പ്രതിഷേധങ്ങൾ ഇനിയും തുടരും എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അടിച്ചാൽ തിരിച്ചടിക്കുമെന്നാണ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അല്ല, ഈ നവകേരള സദസ്സ് അഭൂതപൂർവമായ വിജയമായിരുന്നു. വലിയ നിലയിൽ ജനങ്ങളതിൽ പങ്കെടുത്തു. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിൽ വലിയൊരു പങ്ക് കേരളത്തിലെ പ്രതിപക്ഷവും വഹിച്ചിട്ടുണ്ട്. അതിനവരോട് പ്രത്യേക, പ്രതിപക്ഷത്തെ എല്ലാവരോടല്ല, ചില നേതാക്കന്മാരോട് പ്രത്യേകം നന്ദി പറയുകയാണ്. കാരണം ഇങ്ങനെ ഓരോ സംസാരങ്ങൾ നടത്തുമ്പോൾ അവരുടെ ഒപ്പമുള്ള ആളുകൾ തന്നെ പരിപാടിയിലേക്ക് ഇടിച്ചു കയറുകയാണ്. കാരണം ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും നാട്ടിലേക്ക് വരികയാണ് ജനങ്ങളെ കാണാൻ. അത് ലോകത്താദ്യമായിട്ടാണ്. അവരെ ഒന്ന് കാണുക, അതിൽ വലിയ താല്പര്യത്തോടു കൂടി ആളുകൾ വരിക. അപ്പോൾ അങ്ങനെയുള്ള താല്പര്യം എടുക്കുന്ന ജനങ്ങളെ ഭീഷണിപ്പെടുത്തുക, അതിന് പോണ്ട, കുഴപ്പമുണ്ടാക്കും. പണ്ട് ഈ ഉത്സവങ്ങൾ തല്ലിപ്പിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പരിപാടി നടത്താറുണ്ട്. അടിയും കച്ചറയും ഉണ്ടാക്കുക. അങ്ങനെ ഉത്സവപ്പറമ്പിലേക്ക് ആൾ വരാതിരിക്കാൻ വേറെ എതിർത്തിട്ട് ചെയ്യുന്ന പരിപാടി. ഇതുപോലെയൊക്കെയുള്ള പരിപാടിയൊന്നും കേരളത്തിൽ വിലപ്പോവില്ല എന്ന് പൊതുവെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ്. വലിയ നിലയിൽ ആളുകളാണ് വന്നത്. നവകേരള സദസ്സ് അഭൂതപൂർവ്വ വിജയമായിരുന്നു. ചീമുട്ട മുതൽ ഷൂ മുതൽ എല്ലാ പ്രയോഗവും നടത്തി നോക്കി. പക്ഷേ അതൊന്നും ആളുകളെ പിൻവലിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലെന്ന് മാത്രമല്ല, ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടിയിലുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ പോലും അതിൻ്റെ പരിപാടികളിൽ പങ്കെടുത്തു. റോഡിലുള്ള പലരും റോഡരികിൽ നിന്ന് കൈവീശുകയാണ്. കൈവീശിയാൽ നടപടി, വീശിയില്ലെങ്കിൽ നടപടി, രാവിലെ ഇതിന് വന്നാൽ നടപടി, ചിരിച്ചാൽ, ഞങ്ങളൊക്കെ ചിരിച്ചാൽ തിരിച്ചിരിച്ചാൽ നടപടി. ഇങ്ങനെയൊക്കെ നടപടിയെടുക്കുന്ന പാർട്ടി പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളിൽ ഒരു തീരുമാനവും കൈക്കൊള്ളാൻ പറ്റാതെ ഇരുട്ട് തപ്പുകയാണ്. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. ഇതുവരെയും വിജയിപ്പിച്ച 136 മണ്ഡലത്തിൽ അഭൂതപൂർവ്വ വിജയമാക്കി തീർത്തതിന് പല കാരണമുണ്ട്. അതിലൊരു കാരണം പ്രതിപക്ഷ നേതാവിൻ്റെയും ചില നേതാക്കന്മാരുടെയും നിലപാടാണ്. അത് വീണ്ടും തുടരുന്നതിൽ സന്തോഷമുണ്ട്. കാരണം ഇനിയുള്ള 2 ദിവസം കൂടി അല്ലെങ്കിൽ ആൾ വരും. ഇതിന് പുറമെ വാശിയോടുകൂടി കുറച്ചുകൂടി ആളുകൾ. മറ്റൊരു വിഷയം, സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഗവർണറും മുഖ്യമന്ത്രിയും അതൊരു ചായ്പേ ചർച്ച പോലും പറ്റില്ല എന്നുള്ളതാണോ? അല്ല, അതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ സംസാരിച്ച കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു. തിരിഞ്ഞ് നടക്കുമ്പോൾ നോക്കണം, ഇപ്പുറത്ത് കുഴിയാണ്. അവിടെ